മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്ന 24,821 70 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ തുടങ്ങി 140 പ്ലസ്സിലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, പിന്നെ ഫ്ലാറ്റിൽ. ഇപ്പം ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ് തന്ന് 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നടത്തി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അടുത്ത ടാർഗറ്റിലോട്ട് സി സൈഡ് പോകാം. ഗ്യാപ്പ് ഫ്ലാറ്റ് ഓപ്പൺ തന്ന് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 5% ക്യാൻഡിൽ ക്ലോസ് കിട്ടുമ്പോൾ അവിടെ നിന്ന് അടുത്ത ടാർഗറ്റിൽ ലക്ഷ്യമായിട്ട് പിയിൽ പോകാം. ഇനി ഗ്യാപ്പ് അപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റിലെ സിയിൽ നല്ല ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിലെ സിയിൽ എൻട്രി ഉണ്ടാവില്ല. പി സൈഡിലായിരിക്കും നമ്മുടെ 1 മിനിറ്റ് ക്യാൻഡിൽ റൂൾ പറഞ്ഞ് വെച്ചിട്ട് പി സൈഡിൽ എൻട്രി നോക്കാവുന്നതാണ്. ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ പി സൈഡിൽ ആദ്യം എൻട്രി ഉണ്ടാവില്ല, കോൾ സൈഡിലായിരിക്കും ആദ്യത്തെ എൻട്രി വരിക. ഈ എൻട്രി ഗ്യാപ്പ് അപ്പിൻ്റെ എൻട്രി റീടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് എൻട്രി കിട്ടുകയുള്ളൂ. ഗ്യാപ്പ് ഡൗൺ എന്നാണെങ്കിൽ റീടെസ്റ്റ് ചെയ്യുമ്പോഴാണ് എൻട്രി വരിക. ഓക്കെ, സ്ട്രൈക്ക് ഞാൻ പറഞ്ഞിരുന്നു 24,800 കോൾ ഓപ്ഷൻ, 24,900 പുട്ട് ഓപ്ഷനാണ്. $24,800 കോൾ ഓപ്ഷനിൽ നിലവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 102-ലാണ്. ലോ 42, ഹൈ 109. നമ്മളിവിടെ ബേസ് മാർക്ക് ചെയ്തിരിക്കുന്നത് 127 മോഡിൽ ഒരു ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് സിയുടെ എൻട്രി വരിക. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ നോക്കിയ അതേ കൺസെപ്റ്റ് ഇതിലോട്ടും നോക്കണം. നിഫ്റ്റിയിൽ എന്താണോ സംഭവിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഇവിടുത്തെ എൻട്രി വരിക. ഇനി താഴെയാണെങ്കിൽ ഇപ്പം ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബേസിലോട്ട് എൻട്രി കിട്ടുമെങ്കിൽ അവിടുത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ പുട്ടിൻ്റെ സൈഡിൽ 24,900 ഇപ്പോൾ ക്ലോസ് ആയിരിക്കുന്നത് 108-ലാണ്. 138 റേഞ്ചിൻ്റെ മുകളിൽ 138-ൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് എൻട്രിയിൽ നോക്കാവുന്നതാണ്. ഇതിപ്പം ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഹൈയിലായിരിക്കും പോവുക, ഹൈയിൽ ഓപ്പൺ ആവും. അപ്പോൾ നമുക്കിവിടെ മോർണിംഗ് ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ ഇവിടെ എൻട്രി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കോൾ സൈഡിലോട്ട് മാറണം. വലിയ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തതിന് പ്രീമിയം അല്ല, ആ സമയത്തെ അറ്റമണിയിൽ വേണം 1 മിനിറ്റിൻ്റെ റൂളിൽ അപ്ലൈ ചെയ്തുള്ള ട്രേഡ് നോക്കാൻ, മോർണിംഗ് ട്രേഡ് നോക്കാൻ. ഇവിടെ വലിയ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ വലിയ ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രീമിയം വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ റീടെസ്റ്റിൽ മാത്രമാണ് എൻട്രി നോക്കേണ്ടത്. റീടെസ്റ്റ് വരുമ്പോൾ എൻട്രി നോക്കുക. മോർണിംഗ് ട്രേഡ് വലിയ ഗ്യാപ്പ് ഡൗൺ വരുമ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡിലാണ് ചെയ്യേണ്ടത്. അത് 150 പോയിൻ്റൊക്കെ താഴെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ്, 100 പോയിൻ്റ് വരെയൊക്കെ ഉള്ള റേഞ്ചിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ സെലക്ട് ചെയ്ത പ്രീമിയത്തിൻ്റെ കോളിൽ തന്നെ ആ 1 മിനിറ്റ് മോർണിംഗ് ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്.
ഇതിൻ്റെ താഴെ ഇപ്പോൾ 68 റേഞ്ചിലാണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പം ഗ്യാപ്പ് അപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ 68 പ്രീമിയം ഇറങ്ങി വരും. അപ്പോൾ അവിടെ നിന്ന് വേണം എൻട്രി പ്ലാൻ ചെയ്യാൻ. ഇതാണ് നാളത്തേക്കൊരു ഉള്ള പ്ലാനിങ്. സെൻസസ് ഞാൻ പറയുന്നില്ല, കാരണം സെൻസസ് ചെയ്യുന്നൊരു എണ്ണം വളരെ കുറവാണ് ഞാൻ ഈ നമ്മുടെ കൂട്ടത്തിൽ. അത് ലെവൽ ഞാൻ മാർക്ക് ചെയ്തിടുന്നുണ്ട്, കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്താൽ മതി. ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ.